ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബ്രേക്കപ്പ് അത് താൽക്കാലികമാണ് എന്നുള്ളതിൻ്റെ ചില പ്രധാനപ്പെട്ട സൈൻസ് ആണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിക്കുക. ആ ബ്രേക്കപ്പ് സക്സസ്ഫുൾ ആവത്തില്ല, അഥവാ അവർ നിങ്ങളിലോട്ട് തന്നെ വരും, അല്ലെങ്കിൽ ആ ബന്ധം വീണ്ടും തുടരും എന്ന് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സൈൻസ് ആണ്. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, അവർ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് നിലനിർത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രേക്കപ്പ് ആവുക എന്നൊക്കെ പറയും. ഇപ്പം എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വഴക്കോ പിണക്കമോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് നിന്നെ വേണ്ട എന്നൊക്കെ പറയും. എന്നിട്ട് ചിലപ്പോൾ 1-2 ദിവസം കോണ്ടാക്ട് ചെയ്യാതിരിക്കും. അതിനുശേഷം വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ വരികയാണ്. വീണ്ടും ആ ഒരു കോണ്ടാക്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബ്രേക്കപ്പ് അല്ല, ജസ്റ്റ് ഒരു ഗ്യാപ്പ് മാത്രം ഇടുന്നു, അത്രയേ ഉള്ളൂ. ആ ബ്രേക്കപ്പ് ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം നിരന്തരമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റ് നിലനിർത്തുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ബ്രേക്കപ്പിനെ കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ, ആരെങ്കിലും ഒരാൾ എനിക്ക് പറ്റത്തില്ല, നിങ്ങളുടെ പെരുമാറ്റം മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല, ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെ ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ വളരെയധികം ആങ്കർ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ അവരിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളത് കൊണ്ടായിരിക്കാം അവരങ്ങനെ ദേഷ്യപ്പെടുന്നത്, ചില ആളുകളെങ്കിലും. മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ ഒന്നുമല്ല. മേ ബി ചിലപ്പോൾ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു വ്യക്തിയെ പോലെ പെരുമാറുകയോ അല്ലെങ്കിൽ വളരെയധികം ആങ്കർ പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിർത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഒരിക്കലും ഒരു ബ്രേക്കപ്പ് അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ മറ്റൊരു സൈൻ എന്ന് പറയുന്നത് ഇമോഷണൽ ആവുക, അഥവാ ഇപ്പം എന്തെങ്കിലും പരസ്പരം പിണക്കോ മറ്റോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ബ്രേക്കപ്പ് പറയുമ്പോൾ ആ നിമിഷമോ അതല്ലെങ്കിൽ തുടർച്ചയായി വരുന്ന ദിവസങ്ങളിലോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ആകെ സീനാക്കുന്ന ഒരവസ്ഥ, അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബിഹേവിയറും അതുപോലെ തന്നെ സ്വഭാവവും, നിങ്ങളെ നിരന്തരമായിട്ട് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, തുടർച്ചയായിട്ട് മിക്സഡ് മെസ്സേജസ് അയക്കുക, തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ആകാൻ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം അവർ അത്രയും മെൻ്റലി നിങ്ങളുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയുമായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലും മറ്റുമൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫംഗ്ഷന് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷനിൽ പങ്കെടുത്തു, അതിൻ്റെ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളെ വിളിക്കുകയാണ്, നിങ്ങളെ വിളിച്ചുകൊണ്ട് ചൂടാവുകയാണ്, അല്ലെങ്കിൽ നീ എവിടെയാണ് പോയിരുന്നത്, ചൂടാവുകയല്ലെങ്കിൽ കൂടി നീ എവിടെയാണ് പോയിരുന്നത് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്സിൽ അവർക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു ജലസി അഥവാ ഒരു അസൂയ പ്രകടമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹാപ്പി ആകുന്നതിൽ, നിങ്ങൾ ഉയരുന്നതിൽ, ഞാൻ ഉദ്ദേശിച്ചത് കരിയറിലുള്ള ഉയർച്ച, അതിലൊക്കെ ചെറുതായിട്ടൊരു അസൂയയൊക്കെ ഫീൽ ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ബിഹേവിയർ അവരുടെ ഭാഗത്തു നിന്നും പ്രകടമാവുകയാണെങ്കിൽ, അഥവാ വിളിച്ചന്വേഷിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിലൊക്കെ
ആ ഒരു ബന്ധം നിലനിർത്താൻ അവർ ആഗ്രഹിക്കുന്നു, ഒരു ബ്രേക്കപ്പിന് അവർ തയ്യാറല്ല, താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെയാണ് അതിനർത്ഥം. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ബ്രേക്കപ്പ് വെറും താൽക്കാലികം മാത്രമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സയൻസ് ആയിരുന്നു. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ആ കോണ്ടാക്റ്റ് എപ്പോഴും നിലനിർത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മിക്സഡ് മെസ്സേജസും കാര്യങ്ങളൊക്കെ എപ്പോഴും അയച്ചുകൊണ്ടിരിക്കും, കൂടുതലായിട്ട് ഇമോഷണൽ ആകും എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നന്നായിട്ട് ദേഷ്യപ്പെടും എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ സന്തോഷത്തിൽ അവരെപ്പോഴും ഒരു അസൂയ പ്രകടിപ്പിക്കും എന്നുള്ളതുമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രേക്കപ്പിന് ശേഷം ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു താൽക്കാലികമായിട്ടുള്ള ബ്രേക്കപ്പാണ്. നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല, ശാന്തമായിട്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സുമായിട്ട് ആ ഒരു ജീവിതം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ മറ്റേതെങ്കിലും രീതിയിലുള്ള സഹായമോ സപ്പോർട്ടോ ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമസ്തേ.